2 മാസങ്ങൾക്ക് മുമ്പാണ് കടയ്ക്കൽ ചായ്ക്കോട്ട് വാതക ശ്മശാനം നിർമ്മിച്ചത്. അന്തരീക്ഷ മലിനീകരണം ഒഴിവാക്കാൻ ആകാശത്തേക്ക് ഉയരത്തിൽ പൂക്കള്ളുകൾ സ്ഥാപിച്ചു. എന്നാൽ പ്രവർത്തനം ആരംഭിച്ചതോടെ ശ്മശാനത്തിന്റെ അടിഭാഗത്തുകൂടി പുക പുറത്തേക്ക് പടർന്നു. ദുർഗന്ധമാവശ്യത്തോടെ നാട്ടുകാർ പ്രതിഷേധവുമായി എത്തി. എല്ല് കരിയുന്ന നാറ്റവും പുകയും ഇവിടെ വന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പഞ്ചായത്തറ വിളിക്കാൻ പറഞ്ഞു ദഹിപ്പിക്കുന്ന ആള്. അങ്ങനെ എല്ലാരും ഛർദ്ദിച്ച് വന്നൊരു മൊത്തം പേര് ഛർദ്ദിച്ച് വിളിച്ചപ്പോഴത്തേക്ക് മാതിരി മെമ്പർ വരാന്ന് പറഞ്ഞല്ലാതെ വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം സംസ്കാരം നടക്കുന്നതിനിടെ ശ്മശാനത്തിന്റെ പ്രവർത്തനം നിലച്ചു. അടുത്ത ദിവസം പ്രശ്നം പരിഹരിച്ച ശേഷമാണ് സംസ്കാരം പൂർത്തിയാക്കിയതെന്നും പരാതിയുണ്ട്. 1.25 കോടി രൂപയ്ക്ക് പണിത ഒരു സ്ഥാപനം ഇതിന്റെ തുടക്കം മുതൽ തന്നെ ദൈനംദിനം ഈ പരിസരവാസികൾക്ക് ഈ മുടി കത്തുന്നതും ശവം കത്തുന്നതും നാറ്റുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ പരാതിയാണ്. ഒരു കാരണവശാലും ഇതിവിടെ ഇനി അനുവദിക്കുന്ന പ്രശ്നമില്ല. ബോഡി വരുമ്പോൾ തടയുന്ന ഒരു സ്ഥിതിയിലോട്ടാണ് ഇവിടുത്തെ ജനങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം സംസ്കാരത്തിനിടെ ദുർഗന്ധമോശയോടെ ജനങ്ങൾക്ക് ശ്വാസതടസ്സം ഉണ്ടായി. ഇതുവരെ പ്രശ്നത്തിൽ പഞ്ചായത്ത് അധികൃതർ ഇടപെട്ടില്ല എന്നും ആക്ഷേപമുണ്ട്. സാങ്കേതിക തകരാർ മാത്രമാണ് ഉണ്ടായതെന്നും പ്രശ്നം ഉടൻ പരിഹരിക്കുമെന്നാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ വിശദീകരണം. ഒരു സാങ്കേതികമായ തകരാറ് മൂലമാണ് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായത്. അപ്പോൾ ഈ എക്സോസ്റ്റ് ഫാനുമായി ബന്ധപ്പെട്ട ചെറിയ പ്രശ്നമാണ് അതിനകത്തുള്ളത്. കൃത്യമായി ഇന്ന് തന്നെ റെയ്ഡ്കോയുടെ ജീവനക്കാർ വന്ന് ഈ പറയുന്ന ഡോമിറ്റോറിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് തീർക്കുമെന്നാണ് ഉറപ്പ് നൽകുവാനുള്ളത്. ശ്മശാനത്തിന്റെ അറ്റകുറ്റപ്പണി ഉടൻ നടത്തിയില്ലെങ്കിൽ നിരാഹാര സമരം അടക്കം നടത്താനാണ് നാട്ടുകാരുടെ തീരുമാനം. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.